celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. അനുഭവപരിചയവും സംഘടനാ നൈപുണ്യവുമുള്ള ഫോമയുടെ ജനകീയനായ നേതാവ് ബിജു തോണിക്കടവിൽ 2026-28 കാലയളവിൽ ഫോമ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ഫോമയ്ക്ക് ആഗോളതലത്തിൽ അടിത്തറയുണ്ടാക്കിക്കൊടുത്ത ഫോമ വില്ലേജ് പ്രൊജക്ട് സമയത്ത് തുടങ്ങിയ നേതൃത്വപരമായ പ്രവർത്തനങ്ങൾ ഫോമയിൽ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത സ്ഥാനങ്ങൾ ചെറുതല്ല. ഫിലിപ്പ് ചാമത്തിൽ പ്രസിഡന്റായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്ക കെടുതി മുതൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഫോമയ്ക്കൊപ്പം അഹോരാത്രം പ്രവർത്തിച്ച RVP എന്ന നിലയിൽ ഫോമ വില്ലേജിന് നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതായിരുന്നു. തുടർന്ന് അനിയൻ ജോർജ് പ്രസിഡന്റായ സമയത്ത് ജോയിന്റ് ട്രഷററായി നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായി എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. കോവിഡിന്റെ വ്യാപന സാഹചര്യത്തിൽ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ വെന്റിലേറ്ററുകൾ നൽകുന്നതിൽ മികച്ച സേവനമാണ് ഫോമ അന്ന് നടത്തിയത്. പിന്നീട് ഡോക്ടർ ജേക്കബ് തോമസ് പ്രസിഡന്റായ സമയത്ത് ഫോമയുടെ ട്രഷററായി നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങൾ പ്രവാസി സംഘടനകൾക്ക് വലിയ മാതൃകയായി. വലിയ നീക്കിയിരിപ്പ് സംഘടനയ്ക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പടിയിറങ്ങിയ ട്രഷറർ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അത് അർഹതയ്ക്ക് അമേരിക്കൻ മലയാളി നൽകേണ്ട അംഗീകാരമായി മാറും എന്നതിൽ സംശയമില്ല. എന്തുകൊണ്ടും അർഹൻ എന്ന ഒറ്റ വാചകത്തിൽ ബിജു തോണിക്കടവിലിനെ അടയാളപ്പെടുത്തുമ്പോൾ ഫോമയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും അഭിമാനിക്കാം. മികച്ച ഒരു സംഘാടകനെ ഒപ്പം കൂട്ടിയതിലെ സന്തോഷമാണത്. എല്ലാവരെയും ഒപ്പം നിർത്തി കൂടെ നിൽക്കുന്ന മനുഷ്യർക്ക് പ്രവർത്തിക്കുവാൻ അവസരവും വേദികളും നൽകി സംഘടനയെ വളർത്തുന്ന ശൈലിയാണ് ബിജു തോണിക്കടവിലിൻ്റേത്. RVP ആയും ജോയിന്റ് ട്രഷററായും പ്രവർത്തിക്കുമ്പോഴും ഓരോ ടീമിൽ നിന്നും ലഭിച്ച പിന്തുണയുടെ ബലമാണ് തന്നെ 2026-2028 കാലയളവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കണമെന്ന് തോന്നിക്കാൻ കാരണം. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ഫോമ ട്രഷററായി സ്ഥാനം ഏൽക്കുമ്പോൾ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഫോമയുടെ മുൻകാല പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യമായി തുടരുകയും പുതിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. കേരള കൺവെൻഷൻ, കാൻകൂൺ കൺവെൻഷൻ എന്നിവ ഏറ്റവും ഭംഗിയായി സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു. 2024 അധികാരം ബേബി മണക്കുന്നേൽ, ബൈജു വർഗീസ്, സിജിൽ പാലക്കലോടി, ഷാലു പുന്നൂസ്, പോൾ ജോസ്, അനുപമ കൃഷ്ണൻ ടീമിന് കൈമാറുമ്പോൾ ഡോക്ടർ ജേക്കബ് തോമസ് നേതൃത്വം നൽകിയ ടീമിന് ഒരു വലിയ നീക്കിയിരിപ്പ് നൽകാനായി എന്നത് ട്രഷറർ എന്ന നിലയിൽ വലിയ അഭിമാനമായിരുന്നു. അതിലുപരി മറ്റ് സംഘടനകൾക്ക് ഫോമ ഒരു മാതൃകയാകുകയും ചെയ്തു. ഈ തുക വയനാട് പുനരധിവാസ പദ്ധതികൾക്കായി മാറ്റിവെക്കാനാണ് ഞങ്ങളുടെ ടീം പുതിയ ടീമിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജനോപകാരപ്രദമായ രീതിയിൽ പദ്ധതികളെ നടപ്പിലാക്കാൻ ഫോമയോളം പ്രബലമായ മറ്റൊരു സംഘടനയില്ല എന്നാണ് ബിജു തോണിക്കടവിലിന്റെ പക്ഷം. ഫോമ വില്ലേജ് പോലെ കേരളത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകയായ മറ്റൊരു പ്രൊജക്റ്റ് ഉണ്ടോ എന്നും സംശയമാണ്. ഈ ഐക്യവും സന്തോഷവും സ്നേഹവും ഊട്ടിയിണക്കി ഫോമയ്ക്ക് പുതിയ ഒരു മുഖം നൽകാനുള്ള ഫോമ പ്രവർത്തകരുടെ നിശ്ചയദാർഢ്യത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് തനിക്ക് താല്പര്യം. ഒരു മികച്ച ടീമിനെ അവതരിപ്പിക്കാൻ ഒപ്പം നിൽക്കാൻ ഫോമയെ സ്നേഹിക്കുന്നവർ തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. $88,856 മിച്ചം വെച്ച് ഫോമയെ പുതിയ ടീമിനെ ഏൽപ്പിച്ച ട്രഷറർ എന്ന ഖ്യാതി ബിജു തോണിക്കടവിലിന് സ്വന്തമാണ്. നഷ്ടങ്ങളുടെ കണക്കിൽ നിന്നും നീക്കിയിരിപ്പിന്റെ കണക്കിലേക്ക് ഫോമയെ ഉയർത്തിയ ട്രഷറർ എന്ന നിലയിൽ നിന്ന് ഇനിയും ഫോമയ്ക്ക് നീക്കിയിരിപ്പിന്റെ ചരിത്രം സൃഷ്ടിക്കാനാവും. പ്രവർത്തനങ്ങളിലൂടെ ഫോമയ്ക്ക് ആഗോളതലത്തിൽ പ്രാവീണ്യം നേടാനുമുള്ള പദ്ധതികൾക്കാണ് ബിജു തോണിക്കടവിൽ ലക്ഷ്യമിടുന്നത്. തന്റെ കാലഘട്ടത്തിൽ പ്രവർത്തന നിരതമായ 10 പദ്ധതികൾ ഫോമയിൽ അവതരിപ്പിച്ച് നടപ്പിലാക്കി ഫോമയെ
ജനകീയമാക്കുവാനാണ് തന്റെ ലക്ഷ്യമെന്നും നടപ്പിലാക്കുന്ന പദ്ധതികൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സുവ്യക്തമായ കാഴ്ചപ്പാടും വലിയ വ്യക്തിബന്ധങ്ങളുമുള്ള ബിജു തോണിക്കടവിൽ ഫോമയ്ക്ക് എന്നും പ്രതിച്ഛായ സമ്മാനിക്കുന്ന നേതാവാണ്. ഒപ്പം സർവ്വസമ്മതനും തീർച്ചയായും ഫോമയുടെ അമരത്തേക്ക് വരാൻ സർവ്വതാ യോഗ്യൻ. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയയ്ക്കുക.